വാർ സിനാരിയോയിൽ കൂടി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കടന്നു പോകുന്നത്. ഇത് വാർ കണ്ടിന്യൂ ആണെങ്കിൽ 10% നമ്മുടെ റുപ്പി ഡീവാലുവേഷൻ ഉണ്ടാവും എന്ന് കരുതപ്പെടുന്നു. ഇത് FIIs ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാനും ബാക്കി നെഗറ്റീവ് രീതിയിൽ ഇത് നമ്മളെ ബാധിക്കാനിടയാകും. വാർ നിന്നാൽ ഇൻ്റർനാഷണലി ഓയിൽ ഗ്ലട്ട് ഉണ്ടാവും എന്നാണ് 2026 പ്രഡിക്ഷൻ. നമുക്ക് ഇതിനകത്ത് നാളത്തെ കാര്യം കൃത്യമായിട്ട് പറയാനുള്ള ഒരു അവസ്ഥയൊന്നും ആയിട്ടില്ല. ഈ സമയത്ത് നല്ല പ്രൈസ് ഇന്ന് ക്രാഷ് ആയിട്ടുണ്ട്. നല്ല വാല്യുവേഷനിൽ നല്ല പ്രീമിയം സ്റ്റോക്സ് വാങ്ങാനുള്ള അവസരം ഉണ്ട്. ആ വാല്യൂ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മൾ വാങ്ങേണ്ടത്. ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, അതിനകത്ത് ഫണ്ടമെൻ്റൽ വാല്യൂസ് നോക്കണം, റിസ്കുകൾ നോക്കണം, ഡെപ്റ്റ് അത് റീപേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടോ, അതേപോലെ തന്നെ നമുക്ക് ബോറോയിങ്സ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അൺഎത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടോ, പ്രൊമോട്ടേഴ്സ് മാറിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പല റെഡ് ഫ്ലാഗ്സ് കൂടി നമ്മൾ ഫണ്ടമെൻ്റൽസിൻ്റെ കൂടെ നോക്കണം. അതിനുശേഷമായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സിവി രജിസ്റ്റേർഡ് അഡ്വൈസറുടെ സഹായത്തോടു കൂടി ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീക്കെൻഡ്സിൽ സ്ട്രാറ്റജിയും സ്റ്റോറീസും ഉണ്ടാവും. താങ്ക് യു.